2020 വേൾഡ് കപ്പിൻ്റെ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ പാകിസ്ഥാന് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന തോൽവി കൂടി. അതായത് ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാന് വൺ ഡേ ടൂർണമെൻറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നായിരുന്നു ആദ്യത്തെ കളി. അപ്പം വളരെ ദയനീയമായിട്ടാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിനോട് തോറ്റിരിക്കുന്നത്. അപ്പം ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 114 റണ്ണാണ് നേടിയിരിക്കുന്നത്. അപ്പം 2020 ഫോം നിലനിർത്തിയ ഷാസിബാദ ഫറാൻ 27 റണ്ണും പിന്നെ ഫഹീം അഷ്റഫ് 37 റണ്ണുമാണ് അവരുടെ ടോപ്പ് സ്കോറർ. ഏകദേശം 30 ഓവറിൽ പാകിസ്ഥാൻ ഓൾ ഔട്ട് ആയിരിക്കുന്നു. അപ്പം മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശ് 15 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ കളി ജയിച്ചിരിക്കുകയാണ്. അപ്പം പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലൊരു പ്രകടനമാണ് ബംഗ്ലാദേശ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് ഇറങ്ങിയ തൻസിദ് ഹസൻ 67 റണ്ണും 42 ബോളിൽ, നജ്മുൽ ഹുസൈൻ ഷാൻഡോ 27 റണ്ണുമാണ് അടിച്ചത്. അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഷൈൻ അഫ്രീദി ആയിരുന്നു. അപ്പം ഷൈൻ അഫ്രീദിക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. 5 ഓവറിൽ 35 റണ്ണ് വഴങ്ങി 1 വിക്കറ്റ്. പിന്നെ ബാക്കിയെല്ലാം ചടങ്ങ് പോലെ തന്നെ. അങ്ങനെ പാകിസ്ഥാൻ്റെ കഷ്ടകാലം അവർ വിട്ടൊഴിയുന്നില്ല. 2020 വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പാകിസ്ഥാൻ ടീമിൽ വമ്പിച്ച മാറ്റങ്ങളോട് കൂടിയാണ് അവർ ഈ ടീമിനെ പ്രഖ്യാപിച്ചത്. അപ്പം നമ്മളെല്ലാവരും കണ്ട പോലെ തന്നെ അവരുടെ മെയിൻ സ്ട്രീം കളിക്കാരായ ബാബർ അസം, ഫഖർ സമാൻ, പിന്നെ അവരുടെ 2020 ക്യാപ്റ്റൻ, ഇവരൊന്നും ഇല്ലാണ്ട് തന്നെയാണ് ഈ ഒരു ടീമിനെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ നാളായി തന്നെ എല്ലാ ഫോർമാറ്റിലും പാകിസ്ഥാൻ വളരെ ദയനീയമായ ഒരു പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 2020 വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റാണ്ടിരുന്ന ബംഗ്ലാദേശിൻ്റെ നിരാശ മയക്കുന്ന രീതിയിലൊരു പ്രകടനമായിരുന്നു നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. അപ്പം എന്തായാലും ഇനിയുള്ള കളികളിൽ പാകിസ്ഥാൻ ജയിച്ച് ബംഗ്ലാദേശിനോട് തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും പാകിസ്ഥാൻ്റെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അവരുടെ ഒരു പ്രൈം ടൈമിലെ കളിക്കാരെയൊക്കെ ഓർത്ത് നമുക്ക് ചെറിയൊരു വിഷമമെങ്കിലും തോന്നും, ബീയിങ് എ സ്പോർട്സ്മാൻ. അപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും എല്ലാം അവരുടെയൊക്കെ കയ്യിലിപ്പോൾ തന്നെ. ബംഗ്ലാദേശും വളരെ മികച്ച രീതിയിലുള്ളൊരു കളി തന്നെയാണ് ഇന്ന് കളിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും കുറഞ്ഞ സ്കോറിൽ ഇവരെ ഓൾ ഔട്ട് ആക്കുക എന്നുള്ളത് അത്രയും ചെറിയ കാര്യമൊന്നുമായിട്ട് തോന്നുന്നില്ല. പിന്നെ വീണ്ടും 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇത്രയും പരിമിതമായ ഓവറിൽ ചേസ് തീർക്കുക എന്നുള്ളതും നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് ഇനിയുള്ള മാച്ചസ് എന്താവുന്നുള്ളത് കാത്തിരിക്കാം. താങ്ക് യു.